നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും ബൈജുവും രതീഷും കൂടെ സരിയുവിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. അപ്പൊ സരിയും ആ, രാഹുലിനെ കാണാനായിട്ട് ജയിലിലേക്ക് പോയേക്കുവാണ്. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അല്ല ബെഗാസുനെ കാണാനായിട്ടാ മോള് പോയിരിക്കുന്നേ, വല്ല കാര്യവും നടക്കുവോ? മിക്കവാറും അവള് നമ്മളെ ചതിക്കുമെന്ന് എനിക്ക് തോന്നേ. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലാന്ന് പറയണ. രതീഷ് പറഞ്ഞു, അതങ്ങ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അവളുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാലോ. ഇത്രയും കാലം അച്ഛനോടൊപ്പം ചേർന്ന് നമ്മളെല്ലാം ദ്രോഹിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയവളാ. ഏ അതിപ്പം അങ്ങനെയൊന്നും നടക്കില്ല ഇനി, കാരണം അവൾക്ക് നല്ല മാറ്റമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും കല്യാണിയൊക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ. അതോടൊപ്പം തന്നെ വേറൊരു ശത്രു ഉണ്ടായിരുന്നു, അവളുടെ അമ്മ, സ്വന്തം പെറ്റമ്മയായ താരാൻറ്റി. പക്ഷെ താരാൻറ്റിയെ കൊല്ലാൻ വരെ അവൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അവളാണ് ഇപ്പൊ താരാൻറ്റിയെ പൊന്നുപോലെ നോക്കുന്നേ. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അവൾക്ക് എത്രമാത്രം മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അവൾ ഇപ്പൊ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും അവളുടെ മുന്നിൽ വെച്ച് പറയരുത്, അവൾക്കത് വിഷമാവും. ബൈജു പറഞ്ഞു, പക്ഷെ അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞാലും എനിക്ക് ചിലപ്പോൾ പറയാൻ തോന്നും. ബൈജു അങ്ങനെയും ചെയ്യില്ലെന്ന് പറയണ. അപ്പോഴേക്ക് സരി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. സരി വന്നു കഴിഞ്ഞപ്പോൾ കിരൺ ചോദിച്ചു, എന്തായി കാര്യങ്ങള്, വല്ല വിവരവും കിട്ടിയോ? വിവരം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹതടവുകാരൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അയാൾ ഈ പറയുന്ന ഗംഗാപ്രസാദ് വിളിച്ചായിരുന്നു പോലും. വിളിച്ചോ? എന്നിട്ടോ? വിളിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവനിപ്പോ എവിടെയാന്ന് വെച്ചു പറഞ്ഞ്. കിരൺ പെട്ടെന്ന് ആകാംക്ഷയാണ്, എവിടെയാ എന്താന്ന് അറിയുവാണെങ്കിൽ അവന് എത്രയും പെട്ടെന്ന് പോയി പിടികൂടാലോ. സരി പറഞ്ഞു, ഭീമാപ്പള്ളിക്ക് അടുത്തുള്ള ഒരു കോളനിയിലുണ്ടെന്നാ കേട്ടത്. ഭീമാപ്പള്ളിക്ക് അടുത്തുള്ള കോളനിയിലോ? അന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാം. രതീഷ് പറഞ്ഞു, അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് കിരണേ. അവിടെ ഏത് വീടാന്നോർത്താ എങ്ങനെയാ നമ്മൾ പോയി സെർച്ച് ചെയ്യുന്നേ? അവിടെയുള്ള വീട് മുഴുവൻ അരിച്ചു പറിക്കാനും ശരി, നമുക്ക് അവനെ തപ്പി കണ്ടുപിടിക്കണം. അപ്പോഴേക്കും സരി പറഞ്ഞു, അല്ല ആംബുലൻസിന് വന്നെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ആ ആംബുലൻസ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോരെ. അത് ശരിയാ, ആ ആംബുലൻസിന്റെ നമ്പർ വെച്ച് നമുക്ക് അവനെ പിടികൂടാം. കാരണം ആ CCTV ദൃശ്യങ്ങൾക്കകത്തുനിന്ന് ആംബുലൻസിന്റെ നമ്പരും മറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും സരിയെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനും നിങ്ങളോടൊപ്പം വരാം. നീയോ? അതെ, ഞാനും വരാം. അവനെ പിടിക്കാൻ ഞാനും സഹായിക്കാന്ന് പറയാം. കുറെ കിടന്ന് എല്ലാരും വെള്ളം കുടിപ്പിച്ചാനല്ലേ, അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. കിരൺ പറഞ്ഞു, എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് നീ ഞങ്ങളോടൊപ്പം ചേർന്നേല്. നിന്റെ അച്ഛനും അതുപോലെ നിന്റെ അമ്മയും എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ളൂ. പക്ഷേങ്കില് ഇപ്പം നീ ഞങ്ങളോടൊപ്പം ചേർന്നല്ലോ. അപ്പോഴേക്കും സരയ് പറഞ്ഞു, അതെ, അവരുടെ പേര് മാത്രം പറയണ്ട, വേറൊരുത്തരും കൂടെ ഉണ്ട്, ആ മനോഹർ. അവന്റെ പേര് ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ല. അറിയാലോ കിരണേ, ഇവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെയും കൂടെ തീർത്തേക്കണം, അവനെ വെറുതെ വിടല്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, മനോഹറിന്റെ കാര്യമില്ലേ, അതൊക്കെ നമുക്ക് നോക്കാം, നീ വരാൻ പറയാണ്. അങ്ങനെ അവര് 3 പേരും കൂടെ ഗംഗാപ്രസാദിനെ തിരക്കി അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയത്ത് വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ട് കല്യാണി കാദംബരിയെ വിളിക്കുകയാണ്. കാദംബരിയെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി എന്തിയെ, അച്ഛൻ എന്തിയെ, അച്ഛൻ ആഹാരമൊക്കെ വല്ലതും കഴിച്ചോന്ന് ചോദിച്ചു. അച്ഛൻ ഇവിടെ ആഹാരമൊന്നും കഴിക്കുന്നില്ല. നീയോ? നീ വല്ലതും കഴിച്ചോ കല്യാണി? എന്നെ അമ്മ നിർബന്ധിച്ച് കഴിപ്പിച്ചു, ഞാൻ ഇത്തിരി കഴിച്ചെന്ന് പറയാം. അച്ഛൻ എന്താ കഴിക്കാത്തെ? അച്ഛനോട് കഴിക്കാൻ വേണ്ട ചോദിക്കുമ്പോൾ അച്ഛൻ വേണ്ടാന്ന് മാത്രമാണ് പറയുന്നത്, ചായ മാത്രം കുടിക്കുന്നുണ്ട്, വേറെ ഒന്നും കഴിക്കുന്നില്ല. അപ്പോഴേക്കും പ്രകാശൻ അങ്ങോട്ടേക്ക് വന്നു. അതെ മോളെ, നീ തന്നെ സംസാരിക്ക്, ഞാൻ സംസാരിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല, മോള് തന്നെ സംസാരിക്കാനും പറഞ്ഞുകൊണ്ട് കാദംബരി പ്രകാശിന്റെ ഈ ഫോൺ കൊടുത്തു. ഇതേ കല്യാണിയാന്ന് പറയണ. എന്താ കല്യാണി മോളെ? അച്ഛൻ എന്താ അച്ഛാ ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യാത്തെ? ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ വല്ല ചത്തുപോലോ. അതെ മോളെ, ഞാൻ ചത്തുപോണേ ചത്തുപോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എന്റെ ദീപ ഒരു തെറ്റും ചെയ്യാത്ത പാവമായിരുന്നു, അവൾ അങ്ങോട്ട് മുകളിലേക്ക് പോയില്ലേ. അല്ലച്ച, അച്ഛൻ ആഹാരം കഴിക്കായിരുന്നു, എങ്ങനെയാ ശരിയാന്നേ? കല്യാണിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മോളെ, അത് പ്രശ്നമുള്ള കാര്യമല്ല, ഞാൻ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല കരളോകമൊക്കെ പിടിപെട്ട് പോവായിരിക്കും, എന്തെങ്കിലും അസുഖമൊക്കെ വരട്ടെ, അങ്ങനെ ഞാനങ്ങ് തീർന്നു പോട്ടെ, എത്രയും പെട്ടെന്ന് എനിക്ക് മുകളിലേക്ക് പോകാലോ, ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എനിക്ക് ശിക്ഷ കിട്ടൂലോ. അച്ഛന് എന്ത് വർത്താനം അച്ഛാ പറയണേ? അതെ, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ മോളെ, എനിക്ക് ആഹാരം ഒന്നും കഴിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം കോള് കട്ട് ചെയ്തു. കല്യാണിക്ക് ഭയങ്കര വിഷമായി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രൂപ വന്നു. രൂപയോട് കല്യാണി പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോണം അമ്മേ. എന്താ മോളെ പെട്ടെന്ന്? കുറച്ചു ദിവസം ഇവിടെ നിൽക്കാന്നും പറഞ്ഞല്ലേ നീ വന്നേ? അതെ, അത് ശരി തന്നെ അമ്മേ, പക്ഷേങ്കില് അച്ഛനൊന്നും കഴിക്കണില്ല. അച്ഛൻ ആഹാരം കഴിക്കാതിരുന്നത് ശരിയാകത്തില്ല, കുറേ മെഡിസിനും കാര്യങ്ങളും ഉള്ളതാ. ഞാനും കൂടെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, അവിടെ പോയി അച്ഛനെ ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കണം, ഞാൻ അതുകൊണ്ട് പോകുക. അപ്പോഴേക്കും രൂപയ്ക്ക് ഭയങ്കര സങ്കടമായി.
രൂപ പറഞ്ഞു, എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഇനിയിപ്പം നിനക്ക് അച്ഛനല്ലേ? അതെ അമ്മേ. കാരണം ഒരച്ഛന്റെ സ്നേഹം കിട്ടുന്ന ഇപ്പഴാ. ഒരമ്മയുടെ സ്നേഹം ഞാൻ വേണ്ടുവോളം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒരുപോലെ അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ലാതെ പോയി. അപ്പോഴേക്കും രൂപ കല്യാണിയെ ചേർത്ത് പിടിച്ചു. നീ ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ, എല്ലാം ശരിയാകും. അവനുണ്ടല്ലോ ഗംഗാപ്രസാദ്, അവനെ തിരക്കി കിരണൊക്കെ പോയിട്ടുണ്ടല്ലോ. അവനെ ഉറപ്പായിട്ടും തീർത്ത് കളയും, നീ വിഷമിക്കണ്ട. എന്നാലും എനിക്ക് എൻ്റെ അമ്മയെ തിരികെ കിട്ടില്ലല്ലോ. അമ്മേ, എൻ്റെ അമ്മ എനിക്കിനി ഒരിക്കലും ജീവനോടെ കാണാൻ പറ്റില്ലല്ലോ. മോളെ, അത് നമ്മൾ ആ സത്യത്തെ ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ. നീ ഇത്തിരി ബോൾഡായിട്ട് നിൽക്കണം. നീ ഇങ്ങനെ തളർന്നു പോയാലോ? പ്രകാശിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ വേണം ചെന്ന് പ്രകാശിനൊക്കെ ആശ്വാസം പകരാനായിട്ട്. നീ തളർന്നു പോകരുത്. ഇല്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കല്യാണി അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. ഇതേ സമയത്ത് കിരണും സരിയും ബൈജുവും രതീഷും കൂടെ നേരെ ഭീമാപ്പള്ളിയുടെ അടുത്തുള്ള കോളനിയിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവരങ്ങനെ നടന്ന് നോക്കണ സമയത്താണ് ഒരു വീടിന്റെ മുറ്റത്ത് ആംബുലൻസ് കിടക്കുന്നുണ്ട്. നോക്ക്, ഇത് കണ്ടോ, ഇത് ആ ആംബുലൻസ് അല്ലേന്ന് ചോദിക്കണം. അപ്പൊ ബാക്കി എല്ലാവരും കൂടെ നോക്കി, ശരിയാ, ഇത് കിരൺ പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് അവർക്ക് മനസ്സിലായി. നമ്പറൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അത് തന്നെയാണ്. അങ്ങനെ അവർ ഗേറ്റൊക്കെ പതുക്കെ തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ CCTV കണ്ടു. അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അവർ ചെല്ലുമ്പോൾ കഥമൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഇങ്ങനെ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പുറത്തുനിന്ന്. അവരങ്ങനെ കഥമൊക്കെ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. ബൈജുവും രതീഷും പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിൽക്കാം, ഇപ്പുറത്തെ ദിവസത്തോടെ അങ്ങനെ ചാടിപ്പോയല്ലോ, നിങ്ങൾ അകത്തേക്ക് കയറിക്കൊള്ളാൻ പറയാം. സരയും കിരണും കൂടെ അകത്ത് കയറി അവിടെയെല്ലാം ഇങ്ങനെ നോക്കണം, ഒരിടത്തും കണ്ടില്ല. അപ്പോഴേക്കും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. വെള്ളം വീഴുന്നുണ്ട് ബാത്റൂമിൽ നിന്ന്. അപ്പൊ ഇനി കുളിക്കാൻ മറ്റോ ആണോ? അവര് പതുക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം കഥ തുറന്നു കിടക്കുക, വെള്ളം ടാപ്പ് തുറന്നു വിട്ടിരിക്കുക. അവിടെ ആരും ഇല്ലെന്ന് മനസ്സിലായി. അവർക്കൊരു കാര്യം മനസ്സിലായി, അവിടെ നിന്ന് ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞപ്പത്തിനും ബൈജു ചോദിച്ചു, എന്തായി കാര്യങ്ങള്? ഇവിടെയെങ്ങോ അവരില്ല, രക്ഷപ്പെട്ടെന്നാ. രതീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാത്തടവും ഒന്ന് സെർച്ച് ചെയ്യണം. ആ റെയിൽവേ പാലത്തിന്റെ അടിയിലൊക്കെ പോയി നോക്കണം. ചിലപ്പോൾ അവരുടെ കാര്യമുണ്ടെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും പാത്തും പതുങ്ങിയിരിക്കുമായിരിക്കും. വെള്ളത്തിലൊക്കെ മണിക്കൂറുകളോളം മുങ്ങിക്കിടക്കാൻ കഴിവുള്ളവൻ അവന ഒരു മുങ്ങൽ വിദഗ്ധൻ തന്നെയാണ്. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് കൈയോടെ നമുക്ക് പിടികൂടണം കിരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് അടുത്ത സ്ഥലം സെർച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് CCTV വെച്ചിട്ടുള്ളതുകൊണ്ട് CCTVയിലെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഗംഗാപ്രസാദ് സ്റ്റെഫിയും ലാപ്ടോപ്പിനകത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് മനഃപൂർവ്വം വെച്ചാണ് തങ്ങളെ അന്വേഷിച്ച് കിരണും കല്യാണിയും ആരിലൊക്കെ അങ്ങോട്ടേക്ക് വരുമെന്നറിയാം. അങ്ങനെ സ്റ്റെഫിയോട് പറഞ്ഞ്, കണ്ടില്ലേ, ഞാൻ CCTV ദൃശ്യം അവിടെ ഇപ്പൊ കണ്ടല്ലോ, ഞാൻ CCTV അവിടെ പിടിപ്പിച്ചതിന്റെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായോ? എനിക്കറിയാമായിരുന്നു എന്നെ അന്വേഷിച്ച് അവരവിടെ വരുമെന്ന്. പക്ഷെ കല്യാണി മാത്രം വന്നിട്ടില്ല. അമ്മയുടെ അടിയന്തരം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന എല്ലാരും. സ്റ്റെഫി പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതാ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങനെ അവന്റെ മുന്നിൽ ചെന്ന് ചാടി കൊടുക്കാൻ പറ്റില്ല. അവൻ അതിവിദ്വാനാ, എനിക്കറിയാം. കാരണം നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടേ പോലും അവൻ നമ്മളെ തകർക്കും. അതുകൊണ്ട് നമ്മൾ വന്ന ലക്ഷ്യം നമുക്ക് ആദ്യം സാധിച്ചെടുക്കണം. അല്ല അതെങ്ങനെ? അതൊക്കെ നമുക്ക് വേഷപ്പാർച്ച നടത്തി ചെയ്യാം. പക്ഷേ എങ്കിൽ അവന്റെ മുന്നിൽ ചെന്ന് ചാടി ഒരു തവണ എനിക്ക് അനുഭവം ഉള്ളതാണ്. അവൻ എന്നെ ശരിക്കും ഇടിച്ചിഞ്ചപ്പരുവാക്കിയിട്ടാ. പിന്നീടാണ് അവൻ എന്നെ പോലീസിനെ കൈമാറിയത്, ആ വീട്ടിൽ വെച്ചിട്ട്. അന്നേ ഞാൻ ഓങ്ങി വെച്ചാ അവൻ ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തല്ലുവല്ലേ എന്നെ, കൊല്ലുക ചെയ്യുന്നതെന്ന്. അവനെ തീർത്ത് കളയണം, അതാ ചെയ്യേണ്ടത് ആദ്യം. അല്ല എന്നിട്ടോ, നമ്മൾ വന്ന ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് സ്ഥലം കാര്യമാക്കാം. അതിനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു, അല്ല കെങ്കെ, നമുക്കതിന് സാധിക്കുമല്ലോ അല്ലേ? നിനക്കെന്താ ഭയമുണ്ടോ? നീ പേടിക്കണ്ട, ഞാനല്ലേ നിന്നോടൊപ്പം ഉള്ളത്. അതെ, എനിക്ക് നിന്നെ വിശ്വാസ. ഗംഗാപ്രസാദ് പറഞ്ഞ് ഇതിനേക്കാളും വലിയ ഓപ്പറേഷനൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്, പിന്നെയാണോ ഇത്? ഉറപ്പായിട്ടും എനിക്ക് അവനെ പിടികൂടാനായിട്ട് പറ്റും. അവനെ മാത്രമല്ല, അവന്റെ കൂടെയുള്ള എല്ലാത്തിനും നമുക്ക് തീർത്തിട്ട് വേണം പോവാനായിട്ട് ഇവിടുന്ന്. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് പോയി റെഡിയാവാന്ന് പറയണ. നീ റെഡിയാവ്, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണമെന്ന് പറയണ. അങ്ങനെ ഗംഗാപ്രസാദ് പറഞ്ഞു, എടാ കിരണേ, നീ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് വന്ന് നിന്റെ വേണ്ടപ്പെട്ട ആളുകളെ ഒക്കെ ഞാൻ തീർത്തിരിക്കും എന്നും പറഞ്ഞൊരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.